നമസ്കാരം കൂട്ടരെ, രാജേഷ് കുമാറാണ്. കൂട്ടരെ, സമയമുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ കാണുക. അത് ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്. കാര്യം എന്ന് വെച്ചാൽ 100 കിലോമീറ്റർ അല്ലെങ്കിൽ 80 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന കാറിൻ്റെ ടയർ ഊരിത്തെറിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? നിങ്ങൾ ഓർത്ത് നോക്കിയിട്ടുണ്ടോ? ഭയാനകമാണ്. ഇതിൽ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മളെ കൺട്രോളിലേ അല്ല. വീഡിയോ സ്കിപ്പ് ചെയ്തത് ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്. നിങ്ങളുടെ ഒരു ലൈക്കും സബ്സ്ക്രൈബറും ഷെയറും നിങ്ങൾക്ക് ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ജീവനെ തന്നെ രക്ഷിച്ചെന്ന് വരും. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഈ വീഡിയോ കണ്ടിരിക്കുക. സ്കിപ്പ് ചെയ്യല്ലേ, ടൈമുള്ളപ്പോൾ മാത്രം കാണുക. കൂട്ടരെ, നമുക്കെല്ലാവർക്കും കാറുള്ളതാണ്. നമ്മൾ സർവീസ് സെൻറ്ററിൽ ഏത് ബ്രാൻഡിൽപ്പെട്ട കാറായിക്കോട്ടെ, അറിയാമല്ലോ, അവിടുത്തെ 50-100 വണ്ടിയാണ്. പിന്നെ നമ്മൾ അലൈൻമെൻറ്റ് ഷോപ്പിൽ കൊടുക്കുന്നു, അലൈൻമെൻറ്റ് ബാലൻസിങ് ചെയ്യുന്നു. ഇതിനൊക്കെ നമ്മൾ ടയർ ഊരുന്നതാണ്. ഒരിക്കലും സംഭവിക്കില്ലെന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. മനുഷ്യനാണ്, അശ്രദ്ധ, മറവി, ഇതൊക്കെ മനുഷ്യൻ്റെ കൂടെ പിറപ്പുകളാണ്. ഓക്കെ, ഇപ്പോഴല്ല, ഒരു 15-16 വർഷം ബാക്കിൽ എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതെന്തോ ദൈവഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടെന്ന് വേണം പറയാൻ. അല്ലെങ്കിൽ ഈ സമയം എൻ്റെ തെങ്ങ് കാച്ചനെ. അന്ന് ഞാൻ വണ്ടി ഡെലിവറി ചെയ്യാൻ പോകുന്ന സമയത്ത് ടക്ക് 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 സൗണ്ട് കേൾക്കുന്നു. എൻ്റെ മനസ്സിൽ തോന്നി, ഞാൻ ജസ്റ്റ് വെളിയിലിറങ്ങി ബാക്കി നോക്കിയപ്പം വേറെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് തോന്നി ആ ടയറിൻ്റെ നെറ്റ് പിടിച്ചപ്പോൾ ലൂസാണ്. ഇപ്പോഴല്ല, 15 വർഷം ബാക്ക്. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല, ആർക്കങ്ങനെ മിസ്റ്റേക്കൊന്നും പറ്റാറില്ല. പക്ഷേ മനുഷ്യൻ്റെ കാര്യമാണ്. ആസ് പെർ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ എന്നൊരു ലെവൽ അനുസരിച്ച് ഇപ്പം എല്ലായിടത്തും തിരക്കാണ്. 50-100 വണ്ടികളും സർവീസ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. കൂട്ടുകാരെ, നിങ്ങൾ അലൈൻമെൻറ്റ് ഷോപ്പിൽ നിൽക്കുന്നവരായിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് അവിടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഡീലർഷിപ്പിലെ മെക്കാനിക്കായിരിക്കാം, അഡ്വൈസറായിരിക്കാം. ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. ഡെയിലി രാവിലെ കാണുന്നത് നല്ലതായിരിക്കും. മനുഷ്യൻ്റെ ശ്രദ്ധ. നമുക്ക് മെക്കാനിക് ഡിഫക്റ്റ് ആയിക്കോട്ടെ, വണ്ടിയിൽ വേറെ കംപ്ലൈൻ്റ് ആയിക്കോട്ടെ, നമുക്ക് പരിഹരിക്കാം. പക്ഷേ ഈ വീലിൻ്റെ കേസിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ഫാമിലി ആയിരിക്കാം, ചിലപ്പോൾ ഒരു ജീവനായിരിക്കും. നമുക്ക് ഒരിക്കലും കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും മിഷ്യൻ്റെ വർക്ക് നിങ്ങൾ ഒരിക്കലും അംഗീകരിക്കരുത്. മിഷ്യൻ എന്നാ ഉണ്ടായത്? ഇപ്പോൾ നമ്മൾ മിഷ്യൻ വെച്ചിട്ട് ഗൺ ഉപയോഗിച്ചിട്ട് വീലിനിട്ട് മുറുക്കുകയാണ്. മിഷ്യൻ ഇലക്ട്രിക് അല്ലേ, നല്ല ബലമായിരിക്കും. ഒരിക്കലും അത് മാത്രം ചെയ്യരുത്. വണ്ടി ഫ്ലോറിൽ ഇറക്കി കൈ കൊണ്ട് വീലിനിട്ട് ബലമായിട്ട് വീണ്ടും ടൈറ്റ് ചെയ്യുക. ഈ മിഷ്യൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗൺ വെച്ചിട്ട് സ്റ്റക്കാട്ടാവും, ടൈറ്റ് ആവും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. മുമ്പ് കാലങ്ങളിൽ ഞാനൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ടയർ ഊരിയ സമയത്ത് ഇത് ചെയ്ത് വീൽനെട്ട് മുറുക്കി, കൈ കൊണ്ട് മുറുക്കിയിട്ട് ഈ ഓരോ വീൽനെട്ടിലും ഞാൻ കയറി നിൽക്കും. 1, 2, 3 ചാട്ടം ചാടും. അപ്പോൾ അത്രയും ടൈറ്റ് ആവും. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് എൻ്റെ ഒരു സീരിയസ്നെസ്. അതായത് വേറെ മെക്കാനിക് എന്ത് ഡെബിറ്റ് ആയിക്കോട്ടെ, നമുക്ക് പരിഹരിക്കാം. പക്ഷേ ഈ വീലിൻ്റെ കേസ്, ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് AC ഇട്ട് സ്റ്റീരിയോ ഫുൾ വോളിയത്തിൽ പോകുമ്പോൾ ഈ സൗണ്ടും കാര്യങ്ങളും ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല. ഭാവിയിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ. എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആസ് പെർ കസ്റ്റമർ എന്നൊരു രീതിയിൽ നമ്മൾ വണ്ടി സർവീസിന് ഇറക്കി ഫുൾ ബോഡി ചെക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട കൂട്ടത്തിൽ ജസ്റ്റ് ഈ നട്ടും കൂടെ ഒന്ന് കൈകൊണ്ട് പിടിച്ചു പോകുന്നത് നല്ലതായിരിക്കും. ഞാൻ ഒരിക്കലും ആരെയും കുറ്റം പറയുന്നില്ല. നമ്മൾ മനസ്സിൽ വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മെയിനായിട്ട് ഇതും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാതെ നമുക്ക് സേഫ്റ്റി ആയിട്ട് വണ്ടി ഓടിക്കാം. ബാക്കി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം. മെക്കാനിക് ഡിഫക്റ്റ് ആയിക്കോട്ടെ, വണ്ടിക്കകത്തുള്ള എന്തേ ആയിക്കോട്ടെ, നമുക്ക് പരിഹരിക്കാം. ടയറിൻ്റെ കേസിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. നമ്മൾ അലൈൻമെൻറ്റിനും ബാലൻസിനും കൊടുക്കുമ്പോൾ അവിടെ നിൽക്കുന്ന സ്റ്റാഫുകളുണ്ടെങ്കിൽ മെയിനായിട്ട് ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോണം. നിങ്ങൾ മിഷ്യൻ കണ്ടിട്ടടിക്കും. ഒരിക്കലും മിഷ്യൻ വർക്ക് പക്കയല്ല. നമ്മളെ കൈയുടെ ആംബിയർ 100% എത്ര തിരക്കോ ആയിക്കോട്ടെ, ഒരു വണ്ടി ചെയ്യുമ്പോൾ 100% നമ്മൾ കൈ കൊണ്ട് വീൽ സ്പാൻഡർ വെച്ച് പിടിക്കുക. പറ്റുമെങ്കിൽ കയറി നിന്ന് 2-3 ചാട്ടം കൊണ്ട് ചാടിയിട്ട് അത്രയും ടൈറ്റ് ചെയ്തിട്ട് മാത്രമേ വാഹനം വിടാവുള്ളൂ. എത്ര തിരക്കോ ആയിക്കോട്ടെ, മനുഷ്യൻ്റെ ജീവനാണ്. നമുക്ക് പലതും നൽകാൻ സാധിക്കും, പണമായാലും എന്തായാലും. പക്ഷേ ജീവൻ നമുക്ക് തിരിച്ച് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. നിങ്ങൾ ഓർത്ത് നോക്കിയേ, ഇപ്പോൾ എൻ്റെ ഫാമിലി ആയിക്കോട്ടെ, ഞാനും ഡ്രൈവ് ചെയ്യുന്ന വ്യക്തിയാണ്. എൻ്റെ വൈഫ്, എൻ്റെ 2 മക്കൾ, ഞാൻ പോവുകയാണ്. ഓക്കെ, അതുപോലെയാണ് എല്ലാവരുടെ ഫാമിലിയും, എല്ലാവരുടെ ജീവനും അത്രയും വാല്യൂ ഉണ്ട്. നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സപ്പോസ് ഈ ടയറിൻ്റെ കേസ് എന്ത് ചെയ്യാൻ പറ്റും? ഊരിത്തെറിച്ച് പോയാൽ ടയർ ഊരിത്തെറിച്ച് പോകുന്നു, ആ ടയർ വേറൊരു വണ്ടി പോകുന്നു, അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. ഇപ്പോൾ സംഭവം ശരി, ബ്രേക്ക് ഫെയിലർ, നമുക്ക് ഹാൻഡ് ബ്രേക്ക് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്ക് വണ്ടി നിർത്താം.
അല്ലെങ്കിൽ വാണില്ലാമ്പ് കാണിക്കും. അപ്പോൾ ഇത് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ക്ലൈമിനെ കുറിച്ച് ഇങ്ങനത്തെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ അതിനുള്ള എല്ലാ സൊല്യൂഷനും ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കുക മെയിനായിട്ട്. നമ്മൾ ഡ്രൈവറായി എല്ലാം പക്കയായിരിക്കാം. അപ്പോൾ ഈ വീഡിയോ സർവീസ് സെൻറ്ററിൽ നിൽക്കുന്ന അഡ്വൈസറോ അല്ലെങ്കിൽ മെക്കാനിക്കോ അല്ലെങ്കിൽ അലൈൻമെൻറ്റ് ഷോപ്പിൽ നിൽക്കുന്നവരോ മാക്സിമം ഇത് കാണുക. ഇത് നിങ്ങളെ മെമ്മറിയിൽ മൈൻഡ് ചെയ്യുക. ജീവൻ്റെ വിലയാണ്. ഇപ്പോൾ ഞാൻ ആരും കുറ്റം പറയാനില്ല. ഇപ്പോൾ പഠിക്കാൻ വന്ന പിള്ളേരുണ്ട്, മെക്കാനിക്ക് ട്രെയിനിങ് കാര്യങ്ങളുണ്ട്. ഇവർ ഈ ധൃതിയുടെ ഇടയിൽ മനുഷ്യരാണേ, വിട്ടുപോകും. ആസ് പെർ കസ്റ്റമർ എന്ന രീതിയിലും ഒരു മനസ്സിൽ ഈ വീഡിയോ കാണുന്നവർ ഈ മനസ്സിൽ ഒന്ന് ചിന്തിക്കുക. കൈയുണ്ട് ജസ്റ്റ്, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഈ വീഡിയോ മാക്സിമം വരെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എന്ത് ഡൗട്ടുണ്ടെങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ നിങ്ങൾക്ക് ആൻസർ തരുന്നതായിരിക്കും. ഓക്കെ, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.